Hi everyone, welcome to another session by Civils 360 IAS Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റിലെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കായ COP30 പറ്റിയാണ്. COP എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. അപ്പോൾ ഏതോ ഒരു ഓർഗനൈസേഷനിലെ പാർട്ടീസ് എല്ലാം കൂടി ചേർന്നൊരു കോൺഫറൻസ് നടത്തുന്നു. അതാണ് COP അല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് COP എന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് COPs നോക്കാം. അതുപോലെ തന്നെ ഈ COP30 അതിൻ്റെ റിസൾട്ട് ഔട്ട്കംസ് എന്തൊക്കെയാണെന്നും നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന COP അല്ലെങ്കിൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത് UNFCCയുടെ ആണ്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള UN-ൻ്റെ ഫ്രെയിംവർക്ക്, അതിൻ്റെ കോൺഫറൻസ് ഓഫ് പാർട്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കുന്ന ഈ UNFCCയുടെ ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആമാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ COP എന്ന് പറയുന്നത്. ഇനി ഇതൊരു ആനുവൽ മീറ്റിംഗ് ആണ്. നമുക്ക് ട്രാപ്പ് കിട്ടാവുന്ന ഏരിയാസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതൊരു ആനുവൽ മീറ്റിംഗ് ആണ്. സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്. അതേപോലെ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ത് ചെയ്യുന്നു? ആനുവലി മീറ്റ് ചെയ്യുന്നു. എല്ലാ വർഷവും ഓരോ COP ഉണ്ടാവാറുണ്ട്. ഏതിന്? UNFCCക്ക്. ഇതെടുത്ത് പറയാൻ റീസൺ ഉണ്ട്. UN-ൻ്റെ CBD ആണെങ്കിലും നമ്മുടെ ഡെസർട്ടിഫിക്കേഷൻ്റെത്, UN കൺവെൻഷൻ ഫോർ ഡെസർട്ടിഫിക്കേഷൻ, അതാണെങ്കിലും COPs ആനുവലി അല്ല നടക്കുന്നത്. അപ്പോൾ ആനുവലി നടക്കുന്ന COP ആർക്കാണുള്ളത്? UNFCCക്കാണ്. ആൻഡ് ഈ UNFCCയും UNCBDയും UNCCDയും എല്ലാം ഉണ്ടായത് റിയോയിലെ എർത്ത് സമ്മിറ്റിലാണ്. 1992 റിയോയിൽ നടന്ന എർത്ത് സമ്മിറ്റിലാണ് UNFCC, ദെൻ UNCBD ആൻഡ് UNCCD ഇത് മൂന്നും വന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ ഒരു റിയോ എർത്ത് സമ്മിറ്റിന്റെ ഫലമായിട്ടാണ് ഈ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും വന്നത്. ഇനി ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഈ 1992 റിയോ എർത്ത് സമ്മിറ്റിന് ശേഷം പിന്നെ ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അല്ലെങ്കിൽ ഈ ഒരു UNFCCയുടെ COPയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ലാൻഡ് മാർക്സ് ആണ്. ഒന്ന് 1997 വന്ന ക്യോട്ടോ പ്രോട്ടോക്കോളും 2015 വന്ന പാരീസ് എഗ്രിമെന്റും. ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 1997 വന്ന ക്യോട്ടോ പ്രോട്ടോക്കോള് ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ ആക്ഷൻസ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫോക്കസ് ചെയ്തിരുന്നത് ഡെവലപ്ഡ് കൺട്രീസിനെയാണ്. അതായത് ഡെവലപ്ഡ് കൺട്രീസ് ഇന്ന മെഷർമെന്റ്സ് എടുക്കണം, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിനെ കോപ്പപ്പ് ചെയ്യാമെന്ന് 1997 നമ്മുടെ UNFCC കോൺഫറൻസ് ഓഫ് പാർട്ടീസ് തീരുമാനിക്കുന്നു. പക്ഷേ കുറച്ചുകൂടെ സമയം കഴിഞ്ഞപ്പം എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി, ഇല്ല ഡെവലപ്ഡ് കൺട്രീസ് മാത്രം ഇനിഷ്യേറ്റീവ്സ് എടുത്താൽ പോരാ, ആരും ചെയ്യണം, എല്ലാ നേഷൻസും ഇതിൽ ടേക്ക് പാർട്ട് ചെയ്യണം. അങ്ങനെയാണ് 2015 എന്ത് ചെയ്യുന്നത്? പാരീസ് എഗ്രിമെന്റ് വരുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് COPs നോക്കാം. ഓരോ COPയിലും ഉണ്ടായ ഔട്ട്കംസ് എന്താണ്, ജസ്റ്റ് അത്രയും നോക്കി വെച്ചാൽ മതി. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ COP ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പം വന്നത് COP30 ആണ്. അപ്പോൾ 30 COPs ഒന്നും നമുക്ക് എന്തായാലും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് COPസും അതിൻ്റെ ഒരു ഔട്ട്കമും അത് നമുക്ക് നോക്കാം. ഈ 30 തൊട്ട് മുമ്പേ വരെ ഉള്ളത്. ആദ്യത്തെ COP എന്ന് പറയുന്നത് COP1 അല്ലെങ്കിൽ ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടന്നത് 1995 ആൻഡ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ബെർലിൻ. അതായിരുന്നു ഫസ്റ്റ് COP എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ 1997 ക്യോട്ടോ പ്രോട്ടോകോൾ വന്നതുണ്ടല്ലോ, അത് തേർഡ് COP ആണ്. തേർഡ് COPയിൽ ക്യോട്ടോ പ്രോട്ടോകോൾ അഡോപ്റ്റ് ചെയ്തു. അതിലൂടെ എന്ത് ചെയ്തു? ഡെവലപ്ഡ് നേഷൻസ് ചില ഇനിഷ്യേറ്റീവ്സ് എടുക്കണം, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ കോമ്പാക്ട് ചെയ്യാൻ ചില ഇനിഷ്യേറ്റീവ്സ് എടുക്കണം എന്ന് ഈ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്നത് COP8 ആണ്, ആൻഡ് ദാറ്റ് ഇൻ 2002. 2002 നടന്ന COP8 ആണ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്തത്. ന്യൂഡൽഹി ആയിരുന്നു ലൊക്കേഷൻ. ഇന്ത്യ ഹോസ്റ്റ് ചെയ്ത ഫസ്റ്റ് COP എന്ന് പറയുന്നത് ഏതാണ്? COP8 ആണ്. 2002 നടന്നത്. അടുത്തത് COP16. COP16ന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൺഗണിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു COPയിലാണ് ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുള്ള
എഫക്ട്സിനെ മിറ്റിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ മിറ്റിഗേറ്റ് ചെയ്യുക ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻസ് നടത്തുക. ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റ് ചെയ്തുള്ള എല്ലാ ആക്ഷൻസിനും എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട്, UNFCCയുടെ കീഴിലുള്ള ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് ഫിനാൻസ് ചെയ്യും. അപ്പോൾ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് COP16 അറ്റ് കാൻകൺ. ദെൻ അടുത്തത് COP18 ആണ്. ഈ COP18 എന്ന് പറയുന്നത് ദോഹയിൽ വെച്ചിട്ടാണ്, ഖത്തറിലെ ദോഹയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആൻഡ് ഇതിന്റെ ഒരു ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോൾ പറഞ്ഞില്ലേ, 1977 ക്യോട്ടോ പ്രോട്ടോകോൾ, ഇത് ശരിക്കും 2013 വരെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഓക്കെ, 2012-13 വരെയാണ് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. 1997 to 2012 വരെ ആയിരുന്നു അതിൻ്റെ ഒരു ഇംപ്ലിമെന്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു പീരീഡ് കൊണ്ട് കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തു ടിൽ 2013 to 2020 വരെ എക്സ്റ്റെൻഡ് ചെയ്തത് ഏതിലാണ്? ദോഹ അമെൻമെന്റിലാണ്. ക്യോട്ടോ പ്രോട്ടോകോളിനാണ് ഈ ഒരു ദോഹ അമെൻമെന്റ് വരുന്നത്. അപ്പൊ 2020 വരെ നമുക്കൊരു എന്താണ് ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് ഉണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊരു സെറ്റ് ഓഫ് ആക്ഷൻ ഉണ്ട്. അപ്പൊ 2020 ആകുമ്പോഴത്തേന് ഈ ഒരു ആക്ഷൻസിന്റെ ഒരു എന്താണ് ആ ഒരു ഫ്രെയിം വർക്ക് തീരുവാണ്. അപ്പൊ നമ്മൾ അതിന് മുന്നേ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആഫ്റ്റർ 2020 നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് 2015 COP21 പാരീസ് എഗ്രിമെന്റ് വരുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോളിൽ ഡെവലപ്ഡ് നേഷൻസിന് വേണ്ടി മാത്രമായിരുന്നു ഇനിഷ്യേറ്റീവ്സ് ഉള്ളത്. പക്ഷെ നമ്മുടെ പാരീസ് എഗ്രിമെന്റ് ആയപ്പോഴത്തേന് പറഞ്ഞു അത് പറ്റത്തില്ല, ഡെവലപ്ഡ് നേഷൻസ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ എല്ലാവരും, എല്ലാ നേഷൻസും എന്ത് ചെയ്യണം? അവരവർക്ക് പറ്റുന്ന രീതിയിൽ, അതായത് എല്ലാ നേഷൻസിനും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇന്ത്യക്ക് ഇപ്പം ഇൻഡസ്ട്രീസ് കൺസ്ട്രെയിൻ ചെയ്യുന്നതിൽ ലിമിറ്റ് ചെയ്യുന്നതിനകത്തൊരു കൺസ്ട്രെയിൻസ് ഉണ്ട്. അതായത് നമ്മൾ അത്രയും ഡെവലപ്ഡ് അല്ല, ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് അല്ല. അപ്പം നമ്മൾ എമിഷൻസ് കുറയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡസ്ട്രീസേ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സ്റ്റെപ്പ് നമുക്ക് പോസിബിൾ അല്ല. പക്ഷെ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ദേ ആർ ഓൾറെഡി ഇൻഡസ്ട്രിയലൈസ്ഡ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എമിഷൻസ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ കൺട്രീസിന് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ കോൺട്രിബ്യൂഷൻസ് നൽകിക്കൊണ്ടിരിക്കണം. എന്തിന്? ക്ലൈമറ്റ് ചേഞ്ചിനെ കോമ്പാറ്റ് ചെയ്യാൻ. അപ്പൊ ആ ഒരു ഫോക്കസോടെ, ആ ഒരു എയിമോടെ വന്നതാണ് എന്തെന്ന് പറയുന്നത്? പാരീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് COP26 ആണ്. ഈ COP26 ആണ് ഗ്ലാസ്ഗോയിൽ നടന്നത്. ആൻഡ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാള് നമ്മൾ എന്ത് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പാരീസ് എഗ്രിമെന്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. ആൻഡ് ഈ COP26 ആയപ്പോഴത്തേനും നമ്മൾ അതിനൊരു ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുവാണ്. നമുക്ക് വേണ്ടത് നെറ്റ് സീറോയാണ്. അതായത് നമ്മൾ എത്ര എമിറ്റ് ചെയ്യുന്നോ അത്രയും തന്നെ അബ്സോർബ് ചെയ്യത്തക്ക രീതിയിലുള്ള സിസ്റ്റംസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എങ്കിൽ എന്ത് ചെയ്യും? ഈ കാർബൺ എമിഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ എമിഷനും അതിന്റെ അബ്സോർപ്ഷൻ കൂടെ നോക്കുമ്പോൾ ഒരു നെറ്റ് സീറോ എഫക്റ്റ് വരണം. അപ്പോൾ ബൈ ദിസ് മിഡിൽ ഓഫ് ദിസ് 21st century നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് സീറോ എമിഷൻ അച്ചീവ് ചെയ്യണം. അങ്ങനെ ഒരു ഗോളോടെയാണ് നമ്മുടെ ഗ്ലാസ്ഗോ കോപ്പ് നടക്കുന്നത്. ആൻഡ് അവിടെ ഇന്ത്യ പറഞ്ഞു, ഇന്ത്യ നമ്മളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, സോ നമുക്ക് അത്രയും പെട്ടെന്നൊന്നും അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു? 2070 ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ബൈ 2070 നമ്മൾ നെറ്റ് സീറോ കൺട്രിയായി മാറാമെന്ന് പറയുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് COP27 ഈജിപ്തിൽ നടന്ന കോപ്പാണിത്. അപ്പൊ ഈ COP എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു ഫണ്ട് വരുന്നു. ദാറ്റ് ഈസ് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. നമ്മൾ നേരത്തെ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിന്റെ കാര്യം പറഞ്ഞു അല്ലേ. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാവുന്ന എഫക്ട്സിനെ മിറ്റിഗേറ്റ് ചെയ്യാനും അതിനെ അഡാപ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെ ആയിരുന്നു നമ്മുടെ ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സ് അല്ലെങ്കിൽ ക്ലൈമറ്റ് റെസിലിയൻ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനത്തെ പ്രൊജക്ട്സിനൊക്കെ ആയിരുന്നു ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട് ഫിനാൻസ് ചെയ്യുന്നത്. എന്നാൽ മിക്ക നേഷൻസും, മോസ്റ്റ്ലി ഐലൻഡ് നേഷൻസ് ഒക്കെ ഭയങ്കര ക്ലൈമറ്റ് വൾണറബിൾ ആണ് അല്ലേ. അതായത് അവർക്കുണ്ടാവുന്ന ഇപ്പം ഇൻഫ്രാസ്ട്രക്ചറൽ ലോസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഐലൻഡ്സ് ഒക്കെ സബ്മേർജ് ചെയ്തിട്ട് പോയിട്ട് ആൾക്കാർ ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വരിക, നമ്മുടെ ആ ഒരു ഓൺ ആയിട്ടുള്ള ഇൻഹാബിറ്റേഷൻ ഇല്ലാതെ ആവുക, അങ്ങനെ ഒരു കൾച്ചറൽ ഡാമേജ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് അല്ലേ. അപ്പോൾ ഒരു കൾച്ചറൽ ഡാമേജ് സൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ എക്കണോമിക് ഡാമേജ് ആണെങ്കിലും, അങ്ങനെ എന്ത് ഡാമേജ് ഉണ്ടായാലും അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻസ് ചെയ്യുന്നു. ഈ COP ഫിനാൻസ് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് എന്ന് പറയുന്നത്. ഇത് COP27 വന്നത്. ഇനി അടുത്തതായിട്ട് COP28 വന്നു. COP28 മെയിൻ അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ പറഞ്ഞു എന്താണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ക്യോട്ടോയിലും പാരീസ് എഗ്രിമെന്റിലും ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഗ്ലാസ്ഗോയിൽ വന്നപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്താണെന്ന് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഫണ്ടിങ് മെക്കാനിസംസ് ഒക്കെ കൊണ്ടുവരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ് എന്നുള്ളത് നമ്മുടെ COP28 പറയുന്നത്. COP28 പറയുവാണ് നമ്മൾ ബൈ 2030 നമ്മുടെ ഫോസിൽ ഫ്യൂൽ ഡിപ്പെൻഡൻസ് കുറയ്ക്കണം. കാരണം ഒരു മേജർ സോഴ്സ് ഓഫ് ദിസ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂൽസ്. അപ്പൊ ഈ ഫോസിൽ ഫ്യൂൽസിനെ കുറച്ചിട്ട് മൊത്തത്തിൽ ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് 2030 എത്തുമ്പോഴത്തേന് മൊത്തത്തിൽ ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ COP28 പറഞ്ഞത്. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് ഒരു കണ്ടസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡിബേറ്റ് ആണ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഫോസിൽ ഫ്യൂവലിന്റെ ഡിപ്പെൻഡൻസി കുറയ്ക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നോൺ ഫോസിൽ ആയിട്ടുള്ള എനർജീസ് എന്ത് ചെയ്യണം, കണ്ടുപിടിച്ച് അതിനകത്ത് റിസർച്ച് ഒക്കെ നടത്തി അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ട് വരണം. എന്നാൽ മാത്രമേ നമുക്ക് 2030 ആകുമ്പോഴത്തേന് അത് മൊത്തത്തിൽ ഫേസ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതായിരുന്നു COP28. COP29 എന്ന് പറയുന്നത് ബാക്കുവിലാണ് നടന്നത്. ആൻഡ് ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത COP30 നടക്കുന്നത് ബേലത്തിലാണ്. അപ്പൊ ഈ ബേലത്തിലേക്ക് നമുക്ക് എന്തൊക്കെ ഒരു പ്രിപ്പറേറ്ററി ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ ബാക്കുവിൽ നടന്നത്. അവരവിടെ ഒരു ബാക്കു ബേലം റോഡ് മാപ്പ് ഒക്കെ കൊണ്ടുവന്നു. അതായത് നമുക്കിവിടെ ബേലത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഇനിഷ്യേറ്റീവ്സ് എടുക്കേണ്ടതെന്നുള്ളതാണ്. അപ്പം പിന്നെ നമുക്ക് എന്താണ് COP30 അല്ലെങ്കിൽ ബേലത്തിൽ നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടിയുടെ ഔട്ട്കംസ് എന്ന് നോക്കാം. അപ്പൊ എന്തുകൊണ്ട് ബേലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് അമേരിക്കയിലെ ആമസോൺ ഫോറസ്റ്റ് ഈ ഒരു ബ്രസീൽ റീജിയനിലാണ് അല്ലേ. ബ്രസീൽ മാത്രമല്ല, ബ്രസീൽ ആൻഡ് നൈബറിങ് കൺട്രീസ്, ആ ഒരു റീജിയൻ അല്ലെങ്കിൽ ഈ ആമസോണിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കാരണം എന്താണ്, നമ്മുടെ വേൾഡിന്റെ ലങ്സ് എന്നറിയപ്പെടുന്നതാണ് ആമസോൺ. കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് ഫോറസ്റ്റിനാണ് അല്ലെ. ഓഷൻസിനെ അബ്സോർബ് ചെയ്യാം, അതേപോലെ ഫോറസ്റ്റ് അബ്സോർബ് ചെയ്യാം. അപ്പൊ നമ്മുടെ വേൾഡിന്റെ ലങ്സ് എന്നറിയപ്പെടുന്നതാണ് ആമസോൺ. അപ്പൊ ആമസോണിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ള രീതിക്കാണ് ഇപ്രാവശ്യം ബ്രസീലിലെ ബലത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തത്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടന്നത്. ആൻഡ് ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഔട്ട്പുട്ട് വേണം എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി ഈ ബേലത്തിലെ കോൺഫറൻസ് ഓഫ് പാർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയും എന്തൊക്കെ ചെയ്യാമെന്ന് റിസർച്ച് ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ച അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, ആ ഇംപ്ലിമെന്റേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ബേലത്തില് COP30 പറയുന്നത്. നമ്മൾ ഇനിയും പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ ഇത്രയും നാള് അഗ്രിഗേറ്റ് ചെയ്തെടുത്ത ആ ഒരു ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു COP30 ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ആൻഡ് ഈ COP30 വന്നൊരെണ്ണമാണ് ബേലം പൊളിറ്റിക്കൽ പാക്കേജ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഔട്ട്കം ആയിട്ട് നമുക്ക് പറയാം. അതായത് ഇത് എന്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള, അതായത് നമ്മൾ ഡെവലപ്ഡ് ആണോ ഡെവലപ്പിംഗ് ആണോ അല്ലെങ്കിൽ ലോ മിഡിൽ ഇൻകം കൺട്രി ആണോ അതൊന്നും നോക്കാതെ നമുക്ക് എല്ലാവരെയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം. അതേപോലെ ഇതൊരു ജസ്റ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻ ആയിരിക്കണം. നമുക്ക് എല്ലാവരെയും ഒരുപോലെ ഫേസ് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇനിഷ്യേറ്റീവ്സ് എടുക്കണം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ജസ്റ്റ് ട്രാൻസിഷൻ, ഒരു ഇക്വിറ്റബിൾ ഇൻക്ലൂസീവ് ട്രാൻസിഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബേലം പ്ലാൻ ചെയ്യുന്നത്. ഒരു മൾട്ടിലാറ്ററൽ കോഓപ്പറേഷനോടെ എല്ലാവരും തമ്മിൽ കോഓപ്പറേറ്റ് ചെയ്ത് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രാൻസിഷൻ, ഒരു ഇംപ്ലിമെന്റേഷൻ ഫേസ്, അതാണ് ശരിക്കും ഈ ഒരു COP30 പ്ലാൻ ചെയ്യുന്നത്. ഇനി ഈ ഒരു COP30യുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഫോസിൽ ഫ്യൂൽ ഫേസ് ഔട്ടിനെ പറ്റിയൊന്നും പറയുന്നില്ല. ഇവർ ഫോസിൽ ഫ്യൂലിന് ഇപ്പം നമ്മുടെ മുന്നേയുള്ള COP പറഞ്ഞ പോലെ 2030 ഫോസിൽ ഫ്യൂൽസ് ഫേസ് ഔട്ട് ചെയ്യണം എന്നൊരു ഒരു സ്പെസിഫിക് ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ഈ ഒരു COP30 ബേലത്തില് COP പറയുന്നില്ല. പകരം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൊസൈറ്റിയും ഹെൽത്തിനെയും ഫോക്കസ് ചെയ്യാം. ഇൻക്ലൂസീവ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ. അപ്പൊ സൊസൈറ്റിയും ഹെൽത്തിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു COP ആണ് ആദ്യമായിട്ട് ഹെൽത്ത് എന്നുള്ളൊരു കൺസിഡറേഷൻ കൊണ്ടുവന്നത്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഫലമായിട്ട് പുതിയ ഡിസീസസ് വരിക അല്ലെങ്കിൽ ഡിസീസിന്റെ സ്പ്രെഡ് കൂടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പം ക്ലൈമറ്റ് ചേഞ്ചിന് ശരിക്കും ഡിസീസിൽ അല്ലെങ്കിൽ ഹെൽത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്, ഹെൽത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്റ്റിനെ അനലൈസ് ചെയ്യുക, അതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ക്യൂർ ചെയ്യാൻ, അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുക.
അതാണ് നമ്മുടെ ഈ ഒരു ബലത്തിൽ ആദ്യം പറയുന്നത് ഹെൽത്ത് ആക്ഷൻ. ക്ലൈമറ്റ് ചേഞ്ചിന് അക്കോർഡിംഗ്ലി നമ്മൾ ഹെൽത്ത് സെക്ടറിനെ മോഡിഫൈ ചെയ്യുക, അതുമായിട്ട് കോപ്പപ്പ് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ ഹെൽത്ത് സെക്ടറിനെ കൊണ്ടുവരിക. അതേപോലെ തന്നെ ജെൻഡർ ഇൻക്ലൂസീവ് ആവുക. നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ് വിമൻ പാർട്ടിസിപ്പേഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ക്ലൈമറ്റ് ആക്ഷൻസ് കൊണ്ടുവരിക. ഇനി അടുത്തത് പറയുവാണെങ്കിൽ ഫൈനാൻഷ്യലായിട്ടും കുറച്ച് സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. ആ ഫൈനാൻഷ്യൽ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ട്രോപ്പിക്കൽ ഫോറസ്റ്റിനെ കൺസർവ് ചെയ്യാനായിട്ട് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പോട് കൂടി അവരുടെ ഇൻവെസ്റ്റ്മെന്റോട് കൂടി ഒരു ഫണ്ട് മൊബിലൈസേഷൻ നടത്തുക. അതാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഫോറെവർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അതായത് ട്രോപ്പിക്കൽ ഫോറസ്റ്റിനെ നമുക്ക് എന്നും കൺസർവ് ചെയ്ത് നിർത്തണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പബ്ലിക്കിൻ്റെയും പ്രൈവറ്റിൻ്റെയും ഇൻവെസ്റ്റ്മെന്റ്സ് എടുക്കുന്നു. ആ ഫണ്ട് മൊത്തം മൊബിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ട്രോപ്പിക്കൽ ഫോറസ്റ്റിനെ കൺസർവ് ചെയ്യുന്നു. അതാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഫോറെവർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത വേറൊന്നാണ് ഫിനി എന്ന് പറയുന്നത്, ഫോസ്റ്ററിങ് ഇൻവെസ്റ്റബിൾ നാഷണൽ ഇംപ്ലിമെന്റേഷൻ. ഇതും എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലൈമറ്റ് അഡാപ്റ്റേഷൻസിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസിനെ മൊബിലൈസ് ചെയ്യാനുള്ള ഒരു പൈപ്പ് ലൈൻ, അങ്ങനെ തന്നെ കണ്ടാൽ മതി. അതായത് ക്ലൈമറ്റ് ആക്ഷൻസ് എടുക്കാൻ, ക്ലൈമറ്റ് അഡാപ്റ്റേഷൻസിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ട്സ്, അതിനു വേണ്ടി ഫിനാൻസ് കൊടുക്കുക. അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, 20% പ്രൈവറ്റ് ഫണ്ട്സ് നമുക്ക് 3 years കൊണ്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഗവൺമെന്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഫണ്ടിന്റെ 20% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വിത്തിൻ 3 years പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് മൊബിലൈസ് ചെയ്യാൻ പറ്റണം. അതാണ് ഫിനി അല്ലെങ്കിൽ ഫോസ്റ്ററിങ് ഇൻവെസ്റ്റബിൾ നാഷണൽ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഫിനാൻസ് സൈഡിൽ 2 ഇനിഷ്യേറ്റീവ്സ് പറഞ്ഞു, ദെൻ ഹെൽത്ത് ആൻഡ് സൊസൈറ്റി സൈഡിൽ ഇനിഷ്യേറ്റീവ്സ് പറഞ്ഞു. ഇനിയുള്ളതാണ് എനർജി സൈഡിലുള്ള ഇനിഷ്യേറ്റീവ്. എനർജി സൈഡിലുള്ള ഇനിഷ്യേറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പറയുന്നത് നമുക്ക് 2035 കൂടി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സസ്റ്റൈനബിൾ ഫ്യൂവൽസിന്റെ യൂസും പ്രൊഡക്ഷൻ. ഇപ്പം എന്താണ്, ഫോസിൽ ഫ്യൂവലിനെ ഫേസ് ഔട്ട് ചെയ്യുന്നതിനെ പറ്റിയല്ല ഇവർ സംസാരിക്കുന്നത്. എന്ത് ചെയ്യുന്നു, നമുക്ക് അതിനെ എങ്ങനെ ഫേസ് ഔട്ട് ചെയ്യാം, എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ 2035 കൂടി എന്ത് ചെയ്യണം, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫ്യൂവൽസിന്റെ പ്രൊഡക്ഷനും അതുപോലെ അതിന്റെ യൂസും ക്വാഡ്രിപ്പിൾ ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ 100 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് 400 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അതേപോലെ ഇപ്പം അത്രയും തന്നെ ഇപ്പൊ ഒരു 50 യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 200 യൂണിറ്റ്സ് എങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ക്വാഡ്രിപ്പിൾ ചെയ്യുക അതിന്റെ പ്രൊഡക്ഷനും അതിന്റെ യൂസും, സസ്റ്റൈനബിൾ ഫ്യൂവൽസിന്റെ പ്രൊഡക്ഷനും അതിന്റെ യൂസും ക്വാഡ്രിപ്പിൾ ചെയ്യുക. അതാണ് നമ്മുടെ 4 times സസ്റ്റൈനബിൾ എനർജി ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ വൾണറബിൾ ആയിട്ടുള്ള സെക്ഷൻസിന്റെ പോവർട്ടി, ഹങ്കർ, അങ്ങനത്തെ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് പീപ്പിൾ സെൻട്രിക് ആയിട്ടൊരു ആക്ഷൻ കൊണ്ടുവരിക. എങ്ങനെ, പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ളൊരു ആക്ഷൻ കൊണ്ടുവരിക. അതിനാണ് ബേലം ഡിക്ലറേഷൻ മുൻതൂക്കം കൊടുക്കുന്നത്. അതായത് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുക, ജെൻഡർ സെൻസിറ്റിവിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു, അതായത് ജെൻഡർ ഇൻക്ലൂസീവ് ആവണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വൾണറബിൾ സെക്ഷൻസിനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം, പീപ്പിൾ സെൻട്രിക് ആയിട്ട് വേണം നമ്മൾ ക്ലൈമറ്റ് ആക്ഷൻസ് പ്ലാൻ ചെയ്യാൻ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിച്ചിറാവോ ഡിസിഷൻ ആണ്. മിച്ചിറാവോ ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതിന് പകരം, അതായത് ഇന്നിപ്പോ ഇന്നലെ പറഞ്ഞു ഫോസിൽ ഫ്യൂവൽസ് ഫേസ് ഔട്ട് ചെയ്യണമെന്ന്, ഇന്നിപ്പോ പറയുന്നു സസ്റ്റൈനബിൾ ഫ്യൂവൽസിനെ യൂസ് ചെയ്യണമെന്ന്. നാളെ നമ്മൾ അതിനൊരു ആൾട്ടർനേറ്റീവ് കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ ഈ ഫോസിൽ ഫ്യൂവൽസിനെ മാക്സിമം എലിമിനേറ്റ് ചെയ്യാനായിട്ട് സസ്റ്റൈനബിൾ ഫ്യൂവൽസിനെ യൂസ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്ത് ആക്ഷൻ ആണോ ഉള്ളത് ആ ആക്ഷൻ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. പുതിയ ടാർഗറ്റ് കൊണ്ടുവരാതെ 2035 നമ്മൾ സസ്റ്റൈനബിൾ ഫ്യൂവൽസിനെ ക്വാഡ്രിപ്പിൾ ചെയ്ത് യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, പുതിയ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഉള്ള ടാർഗറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ്ഫുൾ ആവുക. അതാണ് മിച്ചിറാവോ ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ COP30യുടെ ഔട്ട്കംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ആദ്യമുള്ള COPs എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഇന്ന ഇനിഷ്യേറ്റീവ്സ് എടുക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ വന്നപ്പോൾ എന്ത് ചെയ്തു, പിന്നെ ലേറ്റർ ഒരു 2020ക്ക് ശേഷമുള്ള ഇനിഷ്യേറ്റീവ്സ് എന്താണ് ചെയ്തത്, ആ COPs പറഞ്ഞു നമ്മൾ
എന്താണ് ഔട്ട്പുട്ട് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. 2030 ആവുമ്പോൾ അല്ലെങ്കിൽ 2035 ആവുമ്പോൾ നമ്മൾ ഇന്ന ഔട്ട്പുട്ട്സ് ഉണ്ടാക്കി എടുത്തിരിക്കണം. ഇപ്പം ഈ COP30 പറയുന്നത് എന്താണ്? COP30 പറയുന്നു നിങ്ങൾ പുതിയ പുതിയ ടാർഗറ്റ് സെറ്റ് ചെയ്യാതെ പണ്ട് നമ്മൾ എന്തൊക്കെയാണോ ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ വിചാരിച്ചിരുന്നത്, എന്തൊക്കെയാണോ ടാർഗറ്റ് സെറ്റ് ചെയ്തിരുന്നത്, അത് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇനി ടാർഗറ്റ്സ് സെറ്റ് ചെയ്യാം. അതാണ് ഈ ബേലത്തിലെ COP30 പറഞ്ഞത്. I hope the session is clear. See you with another topic. Thank you.